വാട്ടർ പ്രൂഫിംഗ് രംഗത്തെ പ്രമുഖ കമ്പനിയായ ഡാംസ്യൂറിന്റെ 28ാമത് ഔട്ട്ലെറ്റ് മുക്കത്തിനടുത്ത് വലിയ പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം മുക്കം CI അൻഷാദ് നിർവഹിച്ചു. പ്രമുഖ വാട്ടർ പ്രൂഫിംഗ് കമ്പനിയായ ഡാംസ്യൂർസിന്റെ 28ാമത് ഔട്ട്ലെറ്റാണ് മുക്കത്തിനടുത്ത വലിയ പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാവിധ വാട്ടർ ലീക്കേജുകൾക്കും കെട്ടിടത്തിന്റെ കരുത്തും കൂട്ടുന്നതിനുള്ള മെറ്റീരിയലുകളും സൊല്യൂഷനുകളുമാണ് ഡാംസ്യൂർ കമ്പനി വിതരണം ചെയ്യുന്നത്. 25 വർഷം വരെയുള്ള വാറണ്ടിയും നൽകുന്നുണ്ട്. മുക്കത്തെയും പരിസര പ്രദേശങ്ങളിലെയും കെട്ടിടങ്ങളുടെ കരുത്ത് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡാംസ്യൂർ കമ്പനിയുടെ 28ാമത് ഔട്ട്ലെറ്റ് വലിയ പറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചതെന്നും കെട്ടിടങ്ങളുടെ തറ മുതൽ റൂഫ് വരെയുള്ള എല്ലാ ഭാഗങ്ങളിലെയും കരുത്തും വാട്ടർ ലീക്കേജുകളും പരിശോധിച്ച് വേണ്ട സൊല്യൂഷനുകൾ ലഭ്യമാക്കിയാണ് കരുത്ത് കൂട്ടുന്നതെന്നും വാട്ടർ ലീക്കേജ് ഇല്ലാതാക്കുന്നതെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഇന്നിവിടെ ഡാംസ്യൂറിന്റെ 28ാമത് ഔട്ട്ലെറ്റാണ് ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഡാംസ്യൂറിനെ സംബന്ധിച്ചിടത്തോളം വാട്ടർ പ്രൂഫിംഗ് മേഖലയിൽ അതിന്റെ എല്ലാ 360 ഡിഗ്രിയിലും വർക്കുകൾ അതിന്റെ ആക്ടിവിറ്റീസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് മുതൽ അതിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ നിലക്കും ഉള്ള വാട്ടർ ലീക്കേജ് ഇഷ്യൂസ്, കൺസ്ട്രക്ഷൻ്റെ സ്ട്രെങ്തനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഉള്ള പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് സൊല്യൂഷൻസ് ആണ് ഡാംസ്യൂർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള മുക്കം ഏരിയയിലെ ഫ്രാഞ്ചൈസിയാണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പരിസരത്തുള്ള വീടുകൾ, കെട്ടിടങ്ങൾ അവരുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വാട്ടർ പ്രൂഫിങ്ങുമായി ബന്ധപ്പെട്ട് വാട്ടർ ലീക്കേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു 100% സൊല്യൂഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം മുക്കം CI അൻഷാദ് നിർവഹിച്ചു. ആദ്യ വിൽപ്പന പൊതുപ്രവർത്തകൻ നിഷാബ് മുല്ലോളി നിർവഹിച്ചു. ചടങ്ങിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജീത സുരേഷ്, ഡാംസ്യൂർ MD ജാസിം, CEO മുനവ്വർ, CEO അലി അക്ബർ, റീജിയണൽ സെയിൽസ് മാനേജർ BS അരുൺ ബോബി, ടെക്നിക്കൽ കോർഡിനേറ്റർ A ഗോവിന്ദ്, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബിസിനസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.